ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇതിവിടെ നമുക്ക് PSCയുടെ മത്സര പരീക്ഷകൾക്ക്, വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക്, അതായത് LGS 10th മെയിൻസ് വരെ ഈ നമ്പർ സിസ്റ്റം, നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത് മത്സര പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മെഗാ റിവിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്പേഴ്സിനെ പറ്റി അറിയേണ്ടതെല്ലാം നോക്കാം. അനകസംഖ്യ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഏറ്റവും ചെറിയ അനകസംഖ്യ 6 അനകസംഖ്യയുടെ പ്രത്യേകത എന്തുവാണെന്ന് നോക്കാം. 6ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 2, 3, 6. ഈ 6ൻ്റെ ഘടകങ്ങൾ 1, 2, 3, 6. ഈ 6 ഒഴിച്ച് ബാക്കി എല്ലാ സംഖ്യകളും കൂട്ടുമ്പോൾ 6 കിട്ടും. 1 + 2 + 3 6. 6 ഒഴിച്ച് ബാക്കി എല്ലാ ഘടകങ്ങളും കൂട്ടുമ്പോൾ 6 കിട്ടും. അങ്ങനെയുള്ള സംഖ്യയാണ് നമ്മൾ പെർഫെക്റ്റ് നമ്പർ അല്ലെങ്കിൽ അനകസംഖ്യ എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ അനകസംഖ്യ 6. 28 ഒരു അനകസംഖ്യയാണ്. അതായത് 28ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 2, 4, 7, 14, 28. അതായത് 1 എല്ലാ സംഖ്യകളുടെയും ഘടകങ്ങളാണ്. 2 ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 28ൻ്റെ ഘടകമാണ്. 4, 7, 28. അപ്പോൾ അതുകൊണ്ട് 4, 7 ഇതിൻ്റെ ഘടകങ്ങളാണ്. 14, 2, 28. അതുകൊണ്ട് 14 ഇതിൻ്റെ ഘടകമാണ്. 28. അപ്പോൾ ഈ 28 ഒഴിച്ച് ബാക്കി എല്ലാ ഘടകങ്ങളും കൂടെ കൂട്ടി നോക്കിയാൽ 28 കിട്ടും. അതായത് 1 + 2 + 4 + 7 + 14 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 28 കിട്ടും. അങ്ങനെയുള്ള സംഖ്യയാണ് പെർഫെക്റ്റ് നമ്പർ അല്ലെങ്കിൽ അനകസംഖ്യ എന്ന് പറയപ്പെടുന്നത്. ഇനി പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യകൾ എന്ന് കേട്ടിട്ടുണ്ട്. പ്രൈം നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്തുവാണ്? ആ സംഖ്യയും 1 മാത്രമേ അതിൻ്റെ ഘടകങ്ങളുണ്ടാവും. 2 ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ പ്രൈം നമ്പർ. അതായത് 2ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം. 3 വേറൊരു അഭാജ്യ സംഖ്യയാണ്. അതിൻ്റെ ഘടകങ്ങൾ 1ഉം 3ഉം മാത്രം. ഈ 2 ഘടകങ്ങളും ഉണ്ടാവും. 1ഉം ആ സംഖ്യയെ മാത്രം ഘടകങ്ങളുള്ളവയെ പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകളെന്ന് പറയുന്നു. 5 വേറൊരു അഭാജ്യ സംഖ്യയാണ്. തൊട്ടടുത്ത അഭാജ്യ സംഖ്യയാണ്. 5ൻ്റെ ഘടകങ്ങൾ 1ഉം 5ഉം മാത്രമാണ്. 7ൻ്റെ ഘടകങ്ങൾ 1ഉം 7ഉം മാത്രമാണ്. വേറെ ഒന്നിൻ്റെ ടേബിൾ ചെല്ലിയാൽ നമുക്ക് 7 കിട്ടത്തില്ല. 9 പറ്റില്ല. കാരണം 1ഉം 3ഉം 9ഉം. 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ടെങ്കിൽ അത് ഭാജ്യസംഖ്യ, കോമ്പസിറ്റ് നമ്പറാണ്. 11ൻ്റെ ഘടകങ്ങൾ 1ഉം 11ഉം മാത്രം. 1ഉം ആ സംഖ്യ മാത്രം. അതിനെ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നു. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2. അതും ചോദിക്കാറുണ്ട്. പിന്നെ ഇരട്ട സംഖ്യ ആയിട്ടുള്ള ഏക അഭാജ്യ സംഖ്യ 2. ഇരട്ട സംഖ്യ ആയിട്ടുള്ള ഒരേ ഒരു പ്രൈം നമ്പർ 2. ബാക്കിയെല്ലാം ഒറ്റ സംഖ്യകളാണ് വരുന്നത്. അതിൻ്റെ പ്രത്യേകത ഇരട്ട സംഖ്യകളായിട്ടുള്ള ഒരേ ഒരു അഭാജ്യ സംഖ്യ 2. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയും 2. ഇനി ഭാജ്യസംഖ്യ അല്ലെങ്കിൽ കോമ്പസിറ്റ് നമ്പേഴ്സ്. ഭാജ്യസംഖ്യകളെന്ന് പറഞ്ഞാൽ അതിന് 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ടാകും. 4 ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ, കോമ്പസിറ്റ് നമ്പർ. 4ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 2, 4. അപ്പോൾ 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള എല്ലാ സംഖ്യകളും കോമ്പസിറ്റ് നമ്പേഴ്സാണ്. ഭാജ്യസംഖ്യകളാണ്. കോമ്പസിറ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഭാജ്യസംഖ്യകളാണ്. 10ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 2, 5, 10. അപ്പോൾ 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള എല്ലാ സംഖ്യകളും നമുക്ക് കോമ്പസിറ്റ് നമ്പേഴ്സാണ് അല്ലെങ്കിൽ ഭാജ്യസംഖ്യകളാണ്. 1ഉം ആ സംഖ്യയെ മാത്രം ഘടകങ്ങളുള്ള നമുക്ക് പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകളാണ്. എണ്ണൽ സംഖ്യകൾ 1, 2, 3, 4, 5 എക്സെട്ര. എണ്ണൽ സംഖ്യകൾ 1, 2, 3, 4, 5 എക്സെട്ര. അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുമ്പോൾ 0യും കൂടെ ഉൾപ്പെടും. 0, 1, 2, 3, 4 എക്സെട്ര. എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. ആദ്യത്തെ 25 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം കാണാൻ പറഞ്ഞാൽ 0 ഇട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 0 ആയിപ്പോവും. ആദ്യത്തെ 50 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം കാണാൻ പറഞ്ഞാലും ആദ്യം 0 ആയതുകൊണ്ട് 0 ആയിപ്പോവും. അത് ഓർത്തിരിക്കുക. ഇരട്ട സംഖ്യകൾ 2, 4, 6, 8 എക്സെട്ര. ഒറ്റ സംഖ്യകൾ 1, 3, 5, 7, 9, 11, 13 എക്സെട്ര. അഭാജ്യ സംഖ്യകൾ 2, 3, 5, 7, 11, 13, 17, 19 അങ്ങനെ അങ്ങോട്ട് 23. ഈ അഭാജ്യ സംഖ്യകളുടെ പ്രത്യേകത 1ഉം ആ സംഖ്യ മാത്രമേ ഘടകങ്ങളുണ്ടാവും. ഇനി ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത ഒരേ ഒരു എണ്ണൽ സംഖ്യ എന്ന് പറയുന്ന 1ആണ്. 1 ഈസ് നെയ്തർ പ്രൈം നോർ കോമ്പസിറ്റ്. 1 ഭാജ്യവും അല്ല അഭാജ്യ സംഖ്യയല്ല. 2 ഒറ്റ സംഖ്യകളുടെ തുക എപ്പോഴും ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും. അതായത് 3 + 5 8, 1 + 3 4, 7 + 5 12.
ആദ്യത്തെ n ഇരട്ടസംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n ഇൻറ്റു n പ്ലസ് വൺ. ആദ്യത്തെ n ഒറ്റസംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n സ്ക്വയർ. ആദ്യത്തെ 15 ഒറ്റസംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞാൽ 15 സ്ക്വയർ 225. ഫോർമുല പഠിച്ചാൽ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആദ്യത്തെ n ഇരട്ടസംഖ്യകളുടെ തുക n ഇൻറ്റു n പ്ലസ് വൺ. ആദ്യത്തെ n ഒറ്റസംഖ്യകളുടെ തുക n സ്ക്വയർ. ആദ്യത്തെ n അഖണ്ഡസംഖ്യകളുടെ തുക, അതായത് 0, 1, 2 എക്സെട്ര n അഖണ്ഡസംഖ്യകളുടെ തുക n ഇൻറ്റു n മൈനസ് 1/2. ആദ്യത്തെ 10 അഖണ്ഡസംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞാൽ 10 ഇൻറ്റു 10 മൈനസ് 1, 10 ഇൻറ്റു 9/2. ആദ്യത്തെ 25 അഖണ്ഡസംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞാൽ 25 ഇൻറ്റു 24/2. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞാൽ n ഇൻറ്റു n പ്ലസ് 1/2. അതാ ഈ ഫോർമുല എല്ലാം ബൈ ഹാർട്ടാക്കി വെക്കുക, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇവിടെ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര 10 സ്ക്വയറിൻ്റെ ആൻസർ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയറിൻ്റെ ഫോർമുല നമുക്കറിയാം n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6. ഇവിടെ n പകരം 10 ആണ്, അതായത് 10 ഇൻറ്റു n പ്ലസ് 1, 11 ഇൻറ്റു 2 ഇൻറ്റു 10 പ്ലസ് 1/6, അതായത് 10 ഇൻറ്റു 11 ഇൻറ്റു 20 പ്ലസ് 1, 2 ഇൻറ്റു 10 20, 21/6. അപ്പോൾ നമുക്ക് 3 വെച്ച് കട്ട് ചെയ്യാം. 3 2 6, 3 7 21, 2 5, അതായത് 35 ഗുണം 11 വരും, 385 വരും. ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഫോർമുല അറിഞ്ഞിരിക്കണം. ഒറ്റയുടെ സ്ഥാനത്തേക്കം 0 ആയാൽ എത്ര വലിയ പവറായാലും ശരി 0 തന്നെ ആയിരിക്കും ഒറ്റയുടെ സ്ഥാനത്തേക്കം. ഇവിടെ 400 എന്ന് പറയുന്ന ഒറ്റയുടെ സ്ഥാനത്തേക്കം 0 ആണല്ലോ, അതുകൊണ്ട് 400⁵501 പവർ എത്രയോ ആയിക്കോട്ടെ ഒറ്റയുടെ സ്ഥാനത്തേക്കം 0 ആയിരിക്കും. ഇനി 501�90 അവർ തെറ്റിക്കാൻ വേണ്ടി തരും. ഈ കാര്യം മനസ്സിലാക്കിയിരുന്നാൽ മതി. 1 ആണ്, 501 ഒറ്റയുടെ സ്ഥാനത്തേക്കം 1 ആയതുകൊണ്ട് പവർ എത്ര വന്നാലും നമ്മുടെ ഉത്തരം 1 ആയിരിക്കും. 855⁻25, 855 ഒറ്റയുടെ സ്ഥാനത്തേക്കോ 5 ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് എത്ര പവർ വന്നാലും ശരി ഒറ്റയുടെ സ്ഥാനത്തേക്കോ 5 ആയിരിക്കും. 136⁻205, അതായത് 136 ഒറ്റയുടെ സ്ഥാനത്തേക്കോ 6 ആണ്. 6ൻ്റെ പവർ എത്ര വന്നു കഴിഞ്ഞാലും ഒറ്റയുടെ സ്ഥാനത്തേക്കോ 6 ആയിരിക്കും. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. 0, 1, 5, 6 അവസാനിക്കുന്ന സംഖ്യ ആണെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തേക്കം 0, 1, 5, 6 ആണെങ്കിൽ പവർ എത്ര കൂടിയാലും ആ സെയിം സംഖ്യ തന്നെ ആയിരിക്കും. ഈ ഒറ്റയുടെ സ്ഥാനത്തേക്കം മാത്രമായിട്ട് ശ്രീമാസിൽ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ മനസ്സിലാകും. എക്സ് എന്ന ഒരു സംഖ്യയുടെ വിൽക്രമം എന്തുവാന്ന് ചോദിച്ചാൽ എക്സ് എന്ന് പറഞ്ഞാൽ x/1 ആണ്. അത് നേരെ തിരിച്ചിടുക, 1/x. അതായത് എയും ബിയും ആണ് സംഖ്യകളെന്നിരിക്കട്ടെ. എന്ത് തന്നിട്ടുണ്ട്? സംഖ്യകളുടെ തുക a + b 18 തന്നിട്ടുണ്ട്. സംഖ്യകളുടെ ഗുണനഫലം a × b 90 ആണ്. നമുക്ക് വ്യുൽക്രമം എയുടെ വ്യുൽക്രമം എന്തോ കിട്ടും? 1/a, a/1, അതായത് 1/a തിരിച്ചിടുക. വ്യുൽക്രമം ബിയുടെ വ്യുൽക്രമം 1/b. വ്യുൽക്രമങ്ങളുടെ തുകയാണ് ചോദിച്ചത്. 1/a + 1/b, അതായത് ഇത് ക്രോസിന് എടുക്കണം. 1 × a + 1 × b / a × b എടുക്കുക. ഇങ്ങനെ ക്രോസിന് എടുത്തിട്ട് താഴെയുള്ളത് രണ്ടും കൂടെ ഗുണിക്കുക. അതായത് 1 × a എന്ന് പറഞ്ഞാൽ a + 1 × b എന്ന് പറഞ്ഞാൽ b / ab. a + b നമുക്ക് തന്നിട്ടുണ്ട്. രണ്ട് സംഖ്യകളുടെയും തുക 18 ആണ്. 18 / രണ്ട് സംഖ്യകളുടെ ഗുണനഫലം a bയും തന്നിട്ടുണ്ട് 90. 18 1 18, 18 5 90, 1/5 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇതേ മോഡലിലുള്ള കണക്കുകൾ മിക്കവാറും ചോദിച്ച് കാണാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശ്രീമാസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തുടർന്നും ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.